ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തകർത്ത് പെയ്യുന്ന മഴയാണ് നിങ്ങളെ കണ്ടത്. മഴ മാത്രമല്ല കേട്ടോ, നല്ല കാറ്റും ഉണ്ടായിരുന്നു ഇന്ന്. പിന്നെ ഒരു ശകലം മഴ പെയ്താൽ മതി, നമുക്കിവിടെ ഭയങ്കര തണുപ്പായി മാറും. ഇവിടെ മാത്രമല്ല, എല്ലായിടും ഇങ്ങനെയൊക്കെ തന്നെ മഴയാണെന്ന് വാർത്തയിലൊക്കെ കാണാറുണ്ട്. പിന്നെ ഞങ്ങൾ നോക്കിയിട്ട് ഇവിടെ മഴ കുറവാണെന്ന് തോന്നുന്നു. കാരണം 2 ദിവസം ഒന്ന് തെളിയും, പിന്നെയും മഴയായിരിക്കും. രാവിലെ തകർത്ത് പെയ്ത ആ മഴ ദാണ്ട് ഇപ്പോൾ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. അലക്കിയിട്ട തുണി ഉണങ്ങാൻ സമ്മതിക്കുകയെന്നേ ഉള്ളൂ. അതിനുള്ള വെയിൽ വരികയല്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചനിചനാന്ന് മഴ വന്നുകൊണ്ടിരിക്കും. പിന്നെ വെയിൽ വന്നിട്ട് അങ്ങ് പോകും. അങ്ങനെ തുണി ഉണങ്ങൽ നടക്കുന്നേ ഇല്ല. ഞാൻ ഒരു മാസം കൂടുമ്പോൾ തന്നെ ഇങ്ങനെ വലയടിച്ച് വിടും. അതുകൊണ്ട് തന്നെ വലിയ വലയൊന്നും അകത്തില്ല. വലയാകുന്നതിന് മുമ്പ് അടിച്ചു വിടുന്നതല്ല നല്ലത്. അതുകൊണ്ട് ഒന്നുകൂടെ അടിച്ചു വിട്ടെന്നേ ഉള്ളൂ. എന്നാൽ ചിലന്തി വലയെല്ലാം അടിച്ചു കഴിഞ്ഞ ശേഷം ദാണ്ട് തൂത്തുവാരി വൃത്തിയാക്കി തുടച്ചിട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി പുറത്തെ വലയെല്ലാം അടിച്ചു മാറ്റണം. രാവിലെ കണ്ട ഒരു തുള്ളി കാലാവസ്ഥ പോലും പുറത്ത് കാണുന്നില്ല. കാരണം അത്യാവശ്യം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ തെളിച്ചുകൊണ്ട് ചെറിയ വെയിലൊക്കെ ആയിട്ടാണ്. എന്നാൽ തുണി ഉണങ്ങാനുള്ള വെയിലില്ല കേട്ടോ. വെയിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പെട്ടെന്ന് തന്നെ മഴ ഉണ്ടാവുമെന്ന്. ഇത്രയും നാളും നല്ല വെയിലല്ലായിരുന്നു, ഇനി കുറച്ച് മഴയങ്ങ് പെയ്യട്ടെ. കാലത്തെ കാപ്പൊടിയും ബഹളം എല്ലാം കഴിഞ്ഞാണ് ഈ പണിക്കെല്ലാം പോയത്. ഏകദേശം വേകാറായി. അപ്പോഴത്തേക്ക് വന്ന് ബീഫ് ഒന്ന് വരട്ടിയെടുക്കണം. വിറകടുപ്പേ വേണം ചെയ്തെടുക്കാൻ, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനായിട്ട് ദാണ്ട് ഇവിടെ ഇന്നലെ കറി വെച്ചതിൻ്റെ ബാക്കി ബീഫാണ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 തണ്ട് കറിവേപ്പില, കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ആയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് അരിഞ്ഞിട്ട് ബീഫ് ഒന്ന് വരട്ടിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്കിഷ്ടമാണ് ഈ തേങ്ങാക്കൊത്ത് അതിൽ നിന്ന് പെറുക്കി തിന്നാൻ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തവി കൊണ്ട് മിക്സ് ചെയ്യണമെന്നില്ല, കൈകൊണ്ടാണെങ്കിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. മിക്സ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി തേങ്ങാക്കൊത്ത് കുറച്ചുകൂടെ കുറവായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 5-6 തേങ്ങാക്കൊത്തും കൂടെ കൊത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്ത് വിറകടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് വാരി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. നല്ല വേവ് കാണും. വിറകടുപ്പിൽ വെച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ വേവാൻ താമസമാണ്. അത് ഒരു മണിക്കൂർ, എങ്ങനെ പോയാലും 1.5 മണിക്കൂർ എടുക്കും ഈ ഇറച്ചി ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. 1.5 മണിക്കൂർ എടുത്ത് വെന്ത് കിട്ടിയാലും വിറകടുപ്പിൽ വെക്കുന്ന ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. കൊടുത്തൊരു 15 മിനിറ്റ് കഴിഞ്ഞ് വന്ന് തുറന്ന് നോക്കിയപ്പോൾ ദാണ്ട് ഇത്രത്തോളമായി. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ വെള്ളം പറ്റുന്നിടം വരെ വേവിച്ചെടുക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, എനിക്ക് അടുക്കളയ്ക്കകത്ത് അടുപ്പില്ല, എങ്കിലും വെളിയിലൊരു അടുപ്പുണ്ട്. വെളിയിലെ അടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണിക്ക് മുന്നേ ഉള്ള പഴയ വീടിൻ്റെ വീട് പണിതുകൊണ്ടിരുന്നപ്പോൾ തന്നെ വർക്ക് ഏരിയ പണിയാത്തതുകൊണ്ട് ഈ അടുപ്പ് പൊളിക്കാൻ ഞാൻ സമ്മതിച്ചില്ലായിരുന്നു. പുതിയ അടുപ്പ് പണിത ശേഷം ഈ അടുപ്പ് പൊളിക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നുകൊണ്ട് മാത്രം ഇന്ന് ഈ കറിയൊക്കെ ഇവിടെ വെച്ചെടുക്കാൻ പറ്റുന്നത്. നല്ലതുപോലെ മഴയുള്ള സമയത്ത് നമുക്ക് ഈ അടുപ്പ് കത്തിക്കാൻ പറ്റത്തില്ല. ഇപ്പം തെളിഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇറങ്ങി കത്തിക്കാൻ പറ്റുന്നത്. ഞാൻ ഈ വിറകൊക്കെ ഇങ്ങനെ പാകി വെക്കും. അടുക്കളയ്ക്കകത്ത് അടുപ്പില്ലാത്ത വളരെ കഷ്ടമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ വിറകടുപ്പിൽ തന്നെ പാചകം ചെയ്തെടുക്കണം. ഏകദേശം ബീഫ് ഇവിടെ വെന്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് 2 തണ്ട് കരിയാപ്പിലയും രമ്പയിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കുന്നുണ്ട്. ഇനി അധികം താമസമൊന്നുമില്ല. ഈ ചാറൊന്ന് പറ്റിയാൽ മാത്രം മതി. വേവൊക്കെ കറക്റ്റായിട്ട് വന്നേക്കുന്നതാണ്. എനിക്ക് ഒരു തുള്ളി എണ്ണ പോലും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, പറയാൻ വിട്ടുപോയതാ. പകരം കുറച്ച് നെയ്യ് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എണ്ണയുടെ ആവശ്യം വന്നില്ല. ആണ്ട കറിയൊക്കെ വെന്ത് പറ്റി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുത്താൽ മതി. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ കറുത്ത കളറിലായിട്ട് നന്നായിട്ട് വരണ്ട് കിട്ടുന്നത്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു 2-3 ദിവസം ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോഴാണ് കറുത്ത് വരുള്ളൂ. ഇത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അതിനുവേണ്ടി കുരുമുളക് പൊടി സ്വല്പം ഇട്ട് കൊടുക്കുമ്പോൾ ടേസ്റ്റിനും വ്യത്യാസമാണ് കേട്ടോ. കണ്ട് ഈ ബീഫ് വരട്ടീൻ്റെ അത് കിടക്കുന്ന തേങ്ങാക്കൊത്ത് കണ്ടോ? ഇത് നല്ലതായിട്ട് ഈ ബീഫിൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ച് നല്ല സെറ്റപ്പായിട്ടാണ് കിടക്കുന്നത്. ഇത് മാത്രം പെറുക്കി തിന്നാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ ദാണ്ട് ഇവിടെ ബീഫ് ഫ്രൈയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു മാങ്ങാ ചമ്മന്തി കൂടി അരയ്ക്കണമെന്ന് ഓർത്തിരുന്നതാണ്. കറണ്ട് പോയി വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ മാങ്ങാ ചമ്മന്തി അരയ്ക്കലും നടന്നില്ല. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബീഫ് ഫ്രൈ മാത്രം കൂട്ടി അടിപൊളിയായിട്ട് ചോറുണ്ട് കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇറങ്ങി വന്നേക്കുന്നത്. ഇവിടെ നോമ്പിൻ്റെ സമയത്തൊക്കെ മടൽ കയറിയിട്ടിരുന്ന് ഉണങ്ങാനായിട്ട്. ഇനി മഴക്കാലം ആയതുകൊണ്ട് ഉണങ്ങാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് അടുക്കി ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി വന്നതാണ്. ഇപ്പം ആണെങ്കിൽ തെളിച്ചമുണ്ട്. ഇനിയിപ്പം മുന്നോട്ട് പോകുന്തോറും മഴയായിരിക്കും. ഇന്ന് ആ മഴ കഴിഞ്ഞതിന് ശേഷം നല്ല വെയിലടിച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇവിടെ ഉണങ്ങിയും കിടക്കുകയാണ്. ഒരുപാട് നന്നായിട്ട് ഉണങ്ങിയല്ല, അത്യാവശ്യം വന്ന വെള്ളമൊക്കെ വലിഞ്ഞ് മണ്ടവസ്ഥയൊക്കെ കിടക്കുകയാണ്. ഇവിടെ മടലെടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേന് ഈ വാഴയ്ക്ക് എന്തോ ശബ്ദം കേട്ട് നോക്കിയത് കേട്ടോ. നമ്മുടെ കുരങ്ങൻ നശിപ്പിച്ചൊരു വാഴയായിരുന്നു. അത് നല്ലതായിട്ട് കൊലച്ചൊക്കെ നിൽക്കുകയാണ്. പക്ഷേ ഇത് ഒടിയുന്നതാണെന്ന് തോന്നുമ്പോൾ അത് ഈ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് പറ്റും വിധത്തിലൊക്കെ ഒരു കമ്പൊക്കെ കുത്തിക്കൊടുത്ത് നിർത്തിയേക്കുന്നതാണ്. ഈ വാഴയ്ക്കൊക്കെ ഒരുപാട് പൊക്കം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒടിഞ്ഞു വീഴാതെ വലിച്ച് കെട്ടിയൊക്കെ കൊടുക്കണം. സാധാരണ ഈ വാഴ കൊലച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളയുന്നതിന് മുമ്പ് തന്നെ ഒടിഞ്ഞു വീഴുകയാണ് പതിവ്. അത്രയ്ക്ക് പൊക്കത്തിലേക്ക് പൊങ്ങിപ്പോകുന്നതുകൊണ്ട്
വിറകെല്ലാം അടുക്കി വെച്ച് കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അത് പറിച്ച് വെക്കണം. ഇനി നല്ല മഴയാണ്, അതുകൊണ്ട് ഉണങ്ങത്തൊന്നുമില്ല. എങ്കിലും അടുപ്പും പാചകത്തിലിട്ട് എങ്ങനെയും ഉടക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പച്ചമീനൊക്കെ വാങ്ങിക്കുമ്പം ഒന്ന് അരച്ച് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മീൻ വറുത്തതിനൊക്കെ. എന്താണെങ്കിലും ഇനി കുരുമുളക് കൊടിയെ തന്നെ നിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം പഴുത്ത് കഴിഞ്ഞു. ഇനി പറിച്ച് വെച്ചേ പറ്റുള്ളൂ. മഴയാണേലും വെയിലാണേലും പറിച്ചെടുക്കണം. സാധാരണ പറിച്ചെടുത്ത് ചവിട്ടി മെതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ചവിട്ടി മെതിക്കാനൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ കൈക്ക് ഇങ്ങനെ ഉതിർത്തെടുക്കാനുള്ളതേ ഉള്ളൂ. വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേണ്ട കുരുമുളകൊക്കെ ഇവിടെ ഉതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പറ്റുന്ന പോലൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാൻ നോക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. ഇത് നല്ല ഇനം കുരുമുളകാണെന്ന് തോന്നുന്നു, കാരണം ഇത്ര നീളത്തിൽ ഇവിടെ വേറെ കുരുമുളകൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു തൈ കൊണ്ട് നട്ടുപിടിപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഏതാ ഇനം എല്ലാം മുറ്റത്തെ പണിയെല്ലാം കഴിഞ്ഞതാണ്ട് കടുങ്കാപ്പി തിളപ്പിച്ച് കൊടുക്കാനായിട്ട് കയറി വന്നതാണ് കേട്ടോ. കാക്ക ഉണ്ടെന്ന് ഇവിടെ. മഴയും കാറ്റും വെയിലും ഒക്കെ മാറി മാറി വരുന്നതുകൊണ്ട് തന്നെ എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് കറണ്ടിൻ്റെ വളരെ കഷ്ടമാണ്. പോകും വരും ഇത് തന്നെയാണ് അവസ്ഥ. ഇന്ന് മുഴുവനായിട്ട് പോയേക്കുവാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും അധികം എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനത്തെ ഒരു കാർമേഘം കയറി അപ്പോഴേ ഇവിടുത്തെ കറണ്ട് പോകും. ഇവിടെ നല്ല എല്ലായിടത്തെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അതിൻ്റെ കൂടെ അത്യാവശ്യം കാറ്റും കൂടി ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ കാണിച്ചില്ല, കാറ്റും മഴയുമായിരുന്നു. അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പോയതായിരിക്കും. എന്താണെങ്കിലും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും പണിയും നടന്നില്ല. അതിൻ്റെ കൂടെ തന്നെ താണ്ടെ വീഡിയോയും പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫോണിലെ ചാർജൊക്കെ തീർന്ന് ഫോൺ ഓഫായി പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.